ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ. സർ, കേരള സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. മലപ്പുറം ജില്ലയിൽ കാലാകാലങ്ങളായി വൈദ്യുതി ക്ഷാമം നേരിടുന്ന ഒരു ജില്ലയാണ്. സർ, പുതിയ സബ്സ്റ്റേഷനുകൾ 110 kV സബ്സ്റ്റേഷൻ, 33 kV സബ്സ്റ്റേഷൻ അടക്കം സബ്സ്റ്റേഷനുകളുടെ കുറവ്, ട്രാൻസ്ഫോമർ ഇല്ലായ്മ, ലൈൻ പുതുതായി വലിക്കൽ എന്നിവയുടെയൊക്കെ അപര്യാപ്തത ജില്ലയുടെ വൈദ്യുത രംഗത്ത് വലിയ പ്രയാസങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സർ, കോട്ടക്കൽ മണ്ഡലത്തിലേക്ക് കൂടി ഗുണം ലഭിക്കുന്ന വേങ്ങരയിലെ പുതിയ സബ്സ്റ്റേഷൻ്റെയും മരവട്ടം സബ്സ്റ്റേഷൻ്റെയും പ്രവൃത്തികൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും അത് പുരോഗതി വളരെ മന്ദഗതിയിലാണ്. സർ, വേങ്ങരയിൽ ലൈൻ വലിക്കുന്നതിനാവശ്യമായ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് കാരണം അതിൻ്റെ പ്രവർത്തനം പുരോഗമിക്കുന്നില്ല. അത് ഏറ്റവും എളുപ്പം പുരോഗമനത്തിലേക്ക് കൊണ്ടുപോയാലേ ഈ 2 സ്റ്റേഷനുകളും പൂർത്തീകരിച്ചാലേ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയാലേ അവിടെ കറണ്ട് ക്ഷാമം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. സർ, ഇതിനൊക്കെ പരിഹാരമായാണ് മലപ്പുറം ജില്ലയിലെ വൈദ്യുതി മേഖല ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് സർക്കാർ പ്രഖ്യാപിച്ച മലപ്പുറം പാക്കേജ് തുടങ്ങിയിട്ടുള്ളത്. അതെങ്ങും എത്താതെ പാതി വഴിയിൽ കിടക്കുകയാണ്. സർ, പ്രസ്തുത പദ്ധതിയിൽ 2024-25 വർഷത്തിൽ പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കൽ, ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കൽ, ഏരിയൽ ബെഞ്ചഡ് കേബിൾ ഉണ്ടാക്കൽ, കവേർഡ് കണ്ടക്ടർ ഉപയോഗിച്ച് ഹൈടെൻഷൻ ലൈൻ വലിച്ച് ട്രാൻസ്ഫോമർ സ്ഥാപിക്കൽ എന്നിവയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തിരൂർ സർക്കിളിൻ്റെ കീഴിൽ 2024-25 വർഷത്തിൽ 65 കോടി രൂപയുടെ പദ്ധതികളാണ് തയ്യാറാക്കിയത്. ഇതിൽ 13 കോടി രൂപയുടെ പദ്ധതി പ്രവൃത്തികൾക്ക് ടെൻഡർ നടപടികൾ കഴിഞ്ഞ് അനുവാദത്തിനായി KCBL മുമ്പാകെ കടക്കുകയാണ്. സർ, ബാക്കി 52 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് റേറ്റ് അംഗീകരിക്കുന്നതിനായി ഡയറക്ടർക്ക് മുമ്പാകെ കാത്തുകിടക്കുകയാണ്. ടെൻഡർ ചെയ്ത പ്രവൃത്തികൾക്ക് ബോർഡിൻ്റെ അംഗീകാരവും ബാക്കിയുള്ളവർക്ക് റേറ്റ് അംഗീകാരം നൽകുവാനും KCBLൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള മെല്ലെപ്പോക്ക് നയം ഈ ജില്ലയിലെ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനുള്ള കാലതാമസം നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലേക്കുള്ള 2024-2032 കാലത്തേക്കുള്ള 521 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടാകുക. സർ, അടിയന്തരമായി ഈ പാക്കേജ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും ത്വരിതഗതിയിൽ പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ വൈദ്യുതി സംബന്ധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ KSEBL അംഗീകാരം നൽകിയ 410.93 കോടി രൂപയുടെ മലപ്പുറം പാക്കേജിൽ ഉൾപ്പെടുത്തി തിരൂർ സർക്കിളിന് കീഴിൽ 24-25 കാലയളവിൽ 62.51 കോടി രൂപയുടെ പ്രവൃത്തികൾ നടപ്പിലാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഇതിൽ 13.58 കോടി രൂപയുടെ പ്രവൃത്തികൾ ട്രാൻസ്ഫോർമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കാനും 51.93 കോടി രൂപയുടെ പ്രവൃത്തികൾ ലോ ടെൻഷൻ ഏരിയയിൽ ബെഞ്ച്ഡ് കേബിൾ ഉപയോഗിച്ചിട്ടുള്ള ലൈൻ നിർമ്മാണവും റീകണക്റ്റിങ്ങും എന്നിവയുമാണ്. സർ, ഇതിൽ ട്രാൻസ്ഫോർമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്ന 13.58 കോടി രൂപയുടെ ടെൻഡർ 14/11/2024 തന്നെ വിളിച്ചെങ്കിലും ടെൻഡർ എസ്റ്റിമേറ്റ് തുക കണക്കാക്കിയത് സംബന്ധിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ബോർഡിൻ്റെ പരിഗണനയിലാണ്. 51.93 കോടി രൂപയുടെ LTABC പ്രവർത്തകർ ടെൻഡർ ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. മേൽപ്പറഞ്ഞ എസ്റ്റിമേറ്റ് തുക കണക്കാക്കിയതിനുള്ള മാനദണ്ഡങ്ങൾ അടുത്ത ഫുൾ ടൈം ബോർഡിൽ വ്യക്തത വരുത്തി പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാവുന്നതാണ്. തിരൂർ സർക്കിളിൽ 257.52 കോടി രൂപയുടെ പ്രവൃത്തികളാണ് ദ്വിതി സ്പെഷ്യൽ പാക്കേജിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 25-26 കാലയളവിൽ 93.64 കോടി രൂപയുടെയും 26-27 കാലയളവിൽ 98.67 കോടി രൂപയുടെയും പ്രവൃത്തികളാണ് പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. സാർ, വിശദമായിട്ടുള്ള രേഖകൾ അദ്ദേഹത്തിന് ഇതിനോടൊപ്പം കൈമാറുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള കാലതാമസം ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്.